അതായത് നമ്മൾ ഷെയ്ഡ് വയ്ക്കുന്ന എന്താണോ വെച്ച് കൊടുക്കുന്നത് അത് സൂര്യന് അഭിമുഖമായിട്ട്, അതായത് കിഴക്ക് പടിഞ്ഞാറ് വശത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ചൂട് ഇവിടെ അടിക്കുമ്പോൾ പ്ലാന്റിന് അധികം ഒന്നും വെയിൽ തട്ടാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കും ആ സൈഡിൽ വെയിൽ വരുള്ളൂ. രണ്ട് സൈഡും പ്ലാന്റിന് എപ്പോഴും കവറിങ് ഉണ്ടാവും. നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു ഓല വെച്ച് നമുക്ക് ഈസി ആയിട്ട് വളരെ ചിലവ് കുറച്ചിട്ട് നമുക്ക് പ്ലാന്റിന് എന്ത് ചെയ്യാം, നമുക്ക് ഷെയ്ഡ് ഒരുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡ് നമുക്ക് പ്ലാന്റ് ഒന്ന് വളർന്ന് വരുന്നത് വരെയുള്ള ഒരു സാഹചര്യങ്ങൾ മതിയാകും. ഒരു 10 ദിവസം കൊണ്ട് തന്നെ പ്ലാന്റിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ പൊട്ടി അത് വളരാൻ തുടങ്ങും. അതിനുശേഷം പ്ലാന്റിന് പിന്നെ സൂര്യപ്രകാശം ആവശ്യമാണ്. അതിൻ്റെ എന്താ പറയുക, ഫോട്ടോസിന്തസിസൊക്കെ നടക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിത് റിമൂവ് ചെയ്ത് കൊടുക്കുക, വീണ്ടും നനച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്രോത്തായി വരും. മറ്റ് പ്ലാന്റുകൾ പോലെയല്ല, നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പ്ലാന്റുകൾ കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞു. ഈ കാണുന്നത് ഈ ലൈനിൽ 10-40ഓളം കുഴികളുണ്ട്. അത് ഫുള്ള് കവറാകും. ആ സൈഡിലും അതുപോലെ തന്നെയുണ്ട്. ഇത് ഫുള്ള് ഒരേ സ്റ്റെപ്പിൽ തന്നെ ഫുള്ള് നമ്മൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ് വളരുന്നതിന് നമുക്കൊരു കണക്കുണ്ടാവും. ഓരോ ഏരിയയിലും വളരുന്ന പ്ലാന്റുകളുടെ ആ ഒരു ഏജും അത് ഫ്രൂട്ടാകുന്ന ടൈമും എല്ലാം ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇവിടത്തേനേക്കാളും ഒരു 20 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത സ്ലോട്ടിലേക്ക് വരുന്ന പ്ലാന്റുകൾക്ക് ഫ്രൂട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു കണക്കുണ്ടാവും കേട്ടോ.